ഹലോ, അപ്പോൾ നമുക്കിന്ന് റെസിപ്പി ഉണ്ടാലോ. നമുക്ക് നാരങ്ങ ഉപ്പിലിടാമേ. ഇതാദ്യമേ തന്നെ പറയട്ടെ, ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഇടുന്നത്. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കടുക് പൊട്ടിച്ച് കായ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു പിടി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാതെ. ഞാനിവിടെ കാന്താരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാന്താരി ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക, ഇനി പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ അടപ്പ് ജസ്റ്റ് കലക്കിയ നാരങ്ങയുടെ ആ ഒരു ചാറാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉലുവപ്പൊടിയൊന്ന് അച്ചാറിനിടും, ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കാറുള്ളത്. എന്നിട്ട് നമ്മൾ നാരങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം. നമ്മൾ വേവിക്കുന്ന തോറും നാരങ്ങ കയ്പ്പ് വരുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഉപ്പും ഇട്ട്, ഇതിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നാരങ്ങ ഞാൻ അവിച്ചിട്ട്, അതായത് പുഴുങ്ങിയെടുത്തിട്ട് കട്ട് ചെയ്ത് തലേ ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട ചൂടുവെള്ളവും ഇച്ചിരി വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയ്പായി പോകും കേട്ടോ. അപ്പോൾ പുളി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്, കറിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തിളപ്പിച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മളിന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത റെസിപ്പിയും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കുറച്ച് ദിവസമായിട്ട് ബിസി ആയിരുന്നേ, അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാണ്ടിരുന്നത്.